നമുക്കൊരു അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? വേണ്ട സാധനങ്ങൾ: കഴുകി വൃത്തിയാക്കി എടുത്ത 2 കിലോ ചിക്കൻ, ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ്, മല്ലിച്ചപ്പ്, തക്കാളി, അണ്ടിപ്പരിപ്പ്, കറിവേപ്പില, ഉണക്കമുന്തിരി, ഉപ്പ്, ഗരം മസാല, ബിരിയാണി മസാല, സവോള, വെളിച്ചെണ്ണ, കൂടെ ഇച്ചിരി നെയ്യും. ഇതെല്ലാം നമുക്ക് സെറ്റാക്കി വെക്കാം. കഴുകി ഉരുളി ചൂടാക്കിയ ശേഷം ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കുക. അതിൻ്റെ കൂടെ കുറച്ച് നെയ്യ് കൂടെ ചേർക്കുക. നന്നായി ചൂടായ ശേഷം ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റുക. ശേഷം സവോള ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റുക. അതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ ഇത്തിരി വേവിക്കാൻ വേണ്ടി വെക്കാം. ഒരു വിസിലാവുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, ചിക്കൻ വേവിച്ചെടുക്കുക. അതിനകത്തുള്ള സത്തടങ്ങിയ വെള്ളം നമുക്ക് മാറ്റി വെക്കണം കേട്ടോ. സവാളയുടെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റിയതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പ് കൊടുക്കുക. മല്ലിച്ചപ്പ് നല്ല ടേസ്റ്റും നല്ല മണവും നൽകുന്നത് ഒന്നാണ്. ഇനി ചേർക്കേണ്ട പൊടികൾ പറയാവേ: മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ 1/2 ടീസ്പൂൺ വീതം, ബിരിയാണി മസാല, ഗരം മസാല എന്ന ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ചൂടാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് പ്രധാനപ്പെട്ട ഒന്നാണ് ചിക്കൻ വേവിച്ചതിൻ്റെ സത്ത് അടങ്ങിയിട്ടുള്ള വെള്ളം. ഇത് ഉരുളിലേക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് സെറ്റ് ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക, വേവിച്ച ചിക്കൻ ഓരോന്നായി നമുക്ക് അതിലേക്ക് മാറ്റിയിടാം. ഗ്രേവിയുമായി മിക്സ് ചെയ്ത് നമുക്ക് സെറ്റാക്കി മാറ്റാം. ഈ സമയം കൊണ്ട് ഇതിന് ചോറ് റെഡിയാക്കാം. 4 ഗ്ലാസ് അരി എടുക്കുക. ഇതിന് വേണ്ട സാധനങ്ങൾ: ക്യാരറ്റ് ചോപ്പ് ചെയ്ത്, കുറച്ച് സവോള, ഗ്രാമ്പു, പട്ട, ഏലക്ക, എണ്ണ, നെയ്യ്, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി. ഉരുളി ചൂടായതിനു ശേഷം നമുക്കതിനകത്ത് അണ്ടിപ്പരിപ്പ്, ഉള്ളി എന്നിവ ഫ്രൈ ചെയ്തെടുക്കാം. ഏലക്ക, പട്ട, ഗ്രാമ്പു എന്നിവ ഇട്ട് ചൂടാക്കുക. അതിനുശേഷം 4 ഗ്ലാസ് അരിക്ക് 8 ഗ്ലാസ് വെള്ളം പാകത്തിന് ഉപ്പ് ചേർത്ത് ഒഴിക്കുക. ശേഷം കൈമ റൈസ് ഇട്ട് വേകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ബിരിയാണിയൊക്കെ ഞങ്ങൾ ഗാർണിഷ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി കേട്ടോ. ആ ചിക്കൻ്റെ പീസ് ഒന്ന് പ്ലേറ്റിലേക്ക് എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നട മക്കളെ, ആ മണം അടിച്ചിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ വേഗം സെറ്റാക്കി പ്ലേറ്റിലാക്കി എല്ലാവർക്കും കൊടുത്തു. അടിപൊളിയായിരുന്നു. മക്കളും കഴിച്ചു, ഞങ്ങളും കഴിച്ചു. കിട്ടു സാധനം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇങ്ങനെയുള്ള വീഡിയോസിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.